അപ്പോൾ ഒരു ചോദ്യം വരും, നമുക്ക് ഭഗവാന്റെ ഇടയിൽ ഒരാളുടെ ആവശ്യമുണ്ടോ? നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യമുണ്ടോ? നമ്മൾ ആത്മീയതയിൽ സഞ്ചരിക്കുമ്പോൾ ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യമുണ്ടോ? ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ വെറുതെ പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ, പ്രാർത്ഥന മാത്രം ഭഗവാനോട് പ്രാർത്ഥിച്ച് പോകുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് നേരിട്ട് പ്രാർത്ഥിക്കുക, മുന്നോട്ട് പോകാം. പക്ഷെ നിങ്ങൾ ആത്മീയതയിലേക്ക് അടുത്തടുത്ത ഘട്ടത്തിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു ഗൈഡ്, ഒരു വഴികാട്ടിയുടെ ആവശ്യം വരും. നമുക്ക് നല്ലൊരു പന്ത് കളിക്കാരനാവണമെങ്കിൽ കോച്ചിൻ്റെ അടുത്ത് പോകാണ്ട് കളിക്കാൻ പോകാൻ പറ്റും. പക്ഷെ ഒരു കോച്ചിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടെക്നിക്കൽ രീതികൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റും. നമ്മൾ നീറ്റ് പരീക്ഷ എഴുതണമെങ്കിൽ കോച്ചിങ് ക്ലാസ്സിൽ പോകാണ്ട് നമുക്ക് നീറ്റ് പരീക്ഷ എഴുതാൻ പറ്റും. പക്ഷെ കോച്ചിങ് ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ആ പരീക്ഷ എഴുതുന്ന ടെക്നിക്കൽ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ ഏത് മേഖലയിലായാലും നമുക്ക് നേരിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അതിലൊരു ഗൈഡ്, ഒരു വഴികാട്ടി, അതിനാണ് നമ്മൾ ഗുരു അല്ലെങ്കിൽ വെൽ വിഷർ, അങ്ങനെ എന്ത് വേണമെങ്കിൽ പറയാം. അവരൊരു സഹായമായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വഴി കുറച്ചും കൂടി സ്മൂത്ത് ആവും. അതിൻ്റെ ഒരു ശാസ്ത്രീയമായ രീതിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഒരർത്ഥത്തിൽ നമ്മുടെ ആത്മീയമായ അടുത്ത ഘട്ടത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത്തരം ഒരു വഴികാട്ടിയോ ഗുരുയോ വെൽവിഷറയോ ആവശ്യമുള്ളതാണ്. അങ്ങനെ ചെയ്താൽ അത് കുറച്ചും കൂടി നമ്മുടെ യാത്രയ്ക്ക് സ്മൂത്ത്നെസ് കിട്ടും.